ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ RR ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. മുരുടേശ്വരാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഋഷിക ഡ്രസ്സൊക്കെ ഇടാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പുതച്ചൊക്കെ വന്നേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ ഡ്രസ്സൊക്കെ സെറ്റാക്കാണ്. അവൾക്കൊരു ബാഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഗൈസ്, ഞങ്ങൾ പോവാണ്. ഇപ്പം പോകണില്ല, 6:43 ഒരു 9:23 ട്രെയിനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഫൗണ്ടേഷൻ ഒക്കെ വാങ്ങണം എന്നാണ് അച്ഛനോട് പറഞ്ഞേക്കണ്. അപ്പം അത് വാങ്ങണം. ഗൈസ്, എൻ്റെ ഫ്രഞ്ച് നെയിൽസ് കണ്ടോ, പിന്നെ മൈലാഞ്ചി. അപ്പോൾ അവളെ പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങൾ പോവാൻ റെഡിയായി. എൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞതാണ്. ഇപ്പോഴും നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സിനിമയിൽ പാട്ടൊക്കെ വെച്ചാണ്. കോപ്പിറൈറ്റ് അടിക്കുമെന്നറിയില്ല. ഈ ടൈം വന്നിട്ട് 8 മണിയായി. 8:30 നെല്ലായിന്ന് ഒരു ട്രെയിൻ ഉണ്ട് തൃശ്ശൂർക്കാണ്. അപ്പോൾ അവിടെ തൃശ്ശൂർ എത്തിയിട്ട് 9 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് തൃശ്ശൂർക്ക്. ആ ട്രെയിനിൽ കയറി 9 മണിക്കാണ് നമ്മൾ ഒരു ട്രെയിൻ അല്ല ഗൈസ്, 9:23 ഒരു ട്രെയിൻ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് മൂകാംബികയ്ക്ക്, ബീട്ടാപൂർ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ ഏതോ ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നെല്ലായി പോവാണ്. തൃശ്ശൂർക്ക് ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവാണ് നെല്ലായിക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വൈകിട്ട് പോയത് ട്രെയിനിലായിരുന്നില്ല, നെല്ലായിന്ന് പോയത്. നമ്മൾ പോയത് ഞങ്ങളൊക്കെ പാപ്പൻ പുതുക്കാട് കൊണ്ട് ഇറക്കി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത്. കാര്യം ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റാവും, 10 മണിയൊക്കെ ആവും നെല്ലായിന്ന് ട്രെയിൻ വരാൻ. പിന്നെ ഞങ്ങൾ തൃശ്ശൂരെത്തി. അപ്പോൾ നല്ല ഇടിവെട്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തൃശ്ശൂരെത്തിയപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ വീണ്ടും ലേറ്റാവും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി വീണ്ടും ട്രെയിൻ വന്നപ്പോൾ. അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ എണീറ്റു, 5 മണിക്ക് എണീറ്റതാണ്. എനിക്ക് ഉറക്കം വന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റു. എന്നിട്ട് ഇതാണ് കാഴ്ച രാവിലത്തെ. ഇതെവിടെ എത്തിയെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല, നിങ്ങൾ കാണും. ഇപ്പോൾ ഗൈസ്, ഞങ്ങൾ വിചാരിച്ച് ഓട്ടോ വിളിച്ച് പോകാമെന്ന്. പക്ഷേ ഒരു ചേട്ടൻ ഒരാളോണ്ട് ഒരാൾ ക്യാബിലൊക്കെ പോകുന്നത് ഭയങ്കര ലാഭമില്ല. അപ്പോൾ ഞങ്ങളും കൂടി വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഞാൻ സ്പീഡിലിട്ടേക്കാണ് കേട്ടോ, അതാണ് ഇത്ര സ്പീഡ്. ഞങ്ങളിതേ പോവാണ്. ഏതൊരു നമ്മുടെ ടെമ്പിളില്ലേ, കൊല്ലൂർ ടെമ്പിൾ, അതിൻ്റെ അടുത്താണ് നമ്മുടെ റിസോർട്ട്. ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കാണും. എൻ്റെ കറിയാണോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ കുടജാദ്രി വന്നു കേട്ടോ. അവിടെ കുടജാദ്രിക്ക് 2 മണി വരെയാണ് ജീപ്പുള്ളത്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് 1 മണിയായപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചെത്തി. അപ്പോൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഞങ്ങൾ കുടജാദ്രി വന്നു. അപ്പോൾ എത്തിയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു 4 മണിക്കായിട്ട് എത്തിയപ്പോൾ തന്നെ. അപ്പോൾ 6 മണിക്ക് തിരിച്ചെത്തണം, എന്നാലാണ് ഫൈൻ അടയ്ക്കാണ്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫൈൻ കൊടുക്കുന്നുണ്ടോ. ഇത് ഞങ്ങൾ ജീപ്പിൽ വന്നതാണ്. വരുമ്പോഴായിരുന്നില്ല, പോകുമ്പോഴായിരുന്നു ഞാൻ ആഡ് ചെയ്തത്. തെറ്റിയതാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തത്.
അപ്പോൾ അച്ഛൻ്റെ കൈയാണ് കേട്ടോ അത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ബ്രൈറ്റ്നെസ് കൂടുകയാണ്. അപ്പോൾ ഞാനതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഫ്രണ്ടിൽ കൂടെ പോകുന്നതാണ്. കണ്ടോ ബ്രൈറ്റ്നെസ് കൂടുന്നത്. ഇത് തെറ്റാണ്, അതാണ് ഇങ്ങനെയായ സോറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 ആളായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊരു ഫാമിലിയും 4 ആളായിരുന്നു ഉണ്ടായിരുന്നത്. 8 ആളുണ്ടെങ്കിലേ പോവുള്ളൂ. അപ്പോൾ വേറൊരു ഫാമിലി 4ഉം ഞങ്ങൾ 4 ആയപ്പോൾ 8 ആളായി. അതുകൊണ്ട് ഞങ്ങൾ പോകാൻ പറ്റി, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടൊരു ഭയങ്കര വെളിച്ചം വന്ന് അത് ബ്രൈറ്റ്നെസ് കൂടി കൊണ്ടാണ്. പിന്നെ ഇവരൊക്കെ ആർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അച്ഛനുണ്ട്, എൻ്റെ അടുത്തായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ പോയി കാണും. എൻ്റെ ആഗ്രഹം മേഘത്തിന് തൊഴിടണം, തിന്നണം. നല്ല രസം. അമ്മ ഇറങ്ങി വാ. ഗൈസ് ഇതൊക്കെയായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു. മേഘമൊക്കെ അടുത്തേക്കൊക്കെ ചിലതൊക്കെ അടുത്തേക്കൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഞാൻ റീൽസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു. എൻ്റെ ഇടയിൽ കൂടെ ഋഷികൊക്കെ വന്ന് ഓടിയായിരുന്നു. റീൽസൊന്നും അധികമൊന്നും കിട്ടിയില്ല. കാര്യം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വഴി പിടിച്ചിറങ്ങി അൺഎക്സ്പെക്റ്റഡാണ്. അങ്ങനെയൊക്കെയായിരുന്നു. അച്ഛൻ്റെയും എനിക്കും കുറേ നല്ല ഫോട്ടോസ് കിട്ടി. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. സൂപ്പർ ഫോട്ടോ ആയിരുന്നു. അതൊക്കെ ഞാൻ കൊടുത്തുണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. അപ്പം ഞാനിങ്ങനെ ബാക്കിൽ കൂടെ നടന്നു വരികയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു കേട്ടോ നടന്നു വരുന്നത്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ ബ്രൈറ്റ്നെസ് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ കാണാനൊരു രസമില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററിലായിരുന്നു കേട്ടോ ഇട്ടേ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ അവിടെ നല്ല രസമായിരുന്നു. മേഘവും നല്ല ചെടികളൊക്കെ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിലൊക്കെ കയറി കുറച്ചേരം ഇരിക്കണം. അപ്പം ഞാനൊക്കെ കയറി ഇരുന്നു. അപ്പോൾ എനിക്കും കുറേ വീഡിയോസൊക്കെ എടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതായിരുന്നു നല്ലൊരു റീൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഋഷികൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. എഡിറ്റ് ചെയ്യുമ്പോൾ അവൾ വേറൊരു ഫോൺ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരായിരുന്നു അവിടെ നിന്ന് ഫോട്ടോ എടുക്കണവരായിരുന്നു നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെ കൊണ്ട് ചെയ്യാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ മനസ്സിലാവും. നല്ല മേഘമൊക്കെ നിന്നിട്ട് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ജീപ്പിലൊക്കെ വരുന്ന വഴിക്ക് ഇങ്ങനെ വെള്ളം, ജീപ്പിൻ്റെ ഇത് ഗ്ലാസ് തന്നെ തുറന്ന് വെച്ചേക്കാം. അപ്പോൾ വെള്ളം ഇങ്ങനെ മേത്തിക്ക് സ്പ്രേ ആവുന്ന കാര്യം കോടയുടെ ഒപ്പം വെള്ളം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു റീൽസ് എടുത്തു തന്നതാണ് ഇങ്ങനെ ഞാൻ നടന്നു വരുന്നത്. അതൊക്കെ ഞാൻ ഇടാം കേട്ടോ റീൽസിൽ. അപ്പോൾ ഇത് അച്ഛനെടുത്തു തന്നതാണ്. പിന്നെ ഇത് വൈകിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാണ്. പിന്നെ രാവിലെ പോയതും വൈകിട്ട് പോയതൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞൂസിനെ എഴുത്തിലിരുത്തിയിട്ടുണ്ട്. അതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ. അപ്പോൾ പാർട്ട് 2 ഞാനിടുന്നുണ്ട്. അവളുടെ ചിരി കണ്ടോ, അത് അവൾക്ക് അത്ര ഇഷ്ടമില്ല. അതിന് ഫോട്ടോ എടുക്കാനൊന്നും ഇഷ്ടമല്ല. പിന്നെ അപ്പോൾ ഇത്
ഞങ്ങൾ വൈകിട്ടത്തെ പരിപാടിയായിരുന്നു. ഇങ്ങനെ സ്വർണ്ണ രഥത്തിൽ അവിടുത്തെ സ്വാമീനെ വിഗ്രഹത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെള്ളി രഥത്തിലിരുത്തിയിട്ട് സ്വർണ്ണ രഥത്തിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആ മുല്ലപ്പൂവൊക്കെ എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു, പക്ഷെ കിട്ടില്ല കേട്ടോ. ആ അടുത്ത് നിൽക്കണമൊക്കെ കിട്ടി മുല്ലപ്പൂ. ആ സ്വാമീനെ അണിയിച്ച് മുല്ലപ്പൂ അവർക്ക് വീട്ടിലേക്ക് മുല്ലപ്പൂ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്ത് പറയാമെന്ന് എനിക്ക് വേണമെന്നൊക്കെ. അപ്പോൾ എനിക്ക് വയ്യ കേട്ടോ. ഇത് രാവിലെ അവിടെ ഒരു വലിയൊരു രഥം ഉണ്ടായിരുന്നു. രാവിലെ ആ ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകായിരുന്നു. അതിൽ വെച്ച് ആൾക്കാർ വലിച്ച് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.